മക്കൾ പറയുന്നു എഴുതിയ ജീവനിലെഴുതിയ ജീവനിലെഴുതിയ ആയിരം ആയിരം അവാദ്യങ്ങൾ നേതാവേ കേരള മുഖ്യ നേതാവേ സതീശ നേതാവേ അങ്ങേക്കായിരം അവാദ്യങ്ങൾ അങ്ങേക്കായിരം അവാദ്യങ്ങൾ എഴുതിയ ജീവനിലെഴുതിയ ആയിരം ആയിരം അവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ കേരളത്തിന്റെ എല്ലായിടത്തും ഈ തീരുമാനത്തിന്റെ ആഹ്ലാദത്തിൽ പ്രകടനങ്ങൾ നടക്കുകയാണ്. ജനങ്ങൾ തെരുവിലിറങ്ങിയ ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു എന്ന് പറയേണ്ടി വരും. ഈ കഴിഞ്ഞ 5 വർഷം ഭരണപക്ഷത്തോട് നടത്തിയതിനേക്കാൾ വലിയ പോരാട്ടം വി ഡി സതീശന് പാർട്ടിക്കുള്ളിൽ നടത്തേണ്ടി വന്നു. കഴിഞ്ഞ 10 ദിവസം മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടാൻ അദ്ദേഹം ശാന്തനായി സംയമനത്തോടെ ആ പോരാട്ടത്തിലും പങ്കെടുത്തു. പുറത്തുള്ള ഒരു സാധാരണ ഭരണപക്ഷത്തോട് കഴിഞ്ഞ 5 വർഷം കണ്ട അഗ്രഷൻ ഒന്നുമില്ലാതെയാണ് വി ഡി സതീശൻ പാർട്ടിക്കുള്ളിലെ പോരാട്ടത്തിൽ നിലകൊണ്ടത്. അദ്ദേഹത്തിന് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങി അങ്ങോളം ഇങ്ങോളം പ്രകടനങ്ങൾ നടന്നു. കേരളത്തിലുടനീളം കഴിഞ്ഞ മെയ് 4-ന് ചരിത്രപരമായ ജനവിധി വന്ന പാടെ കേരളം പ്രതീക്ഷിച്ച സ്വാഭാവികമായ തീരുമാനമാണ് ഇപ്പോൾ 10 ദിവസത്തിന് ശേഷം, എല്ലാ കൂടിയാലോചനകൾക്കും ശേഷം അങ്ങനെ പറയാവുന്നതാണ്. കാരണം ജനാധിപത്യമാണ്, ചർച്ചകൾ വേണം, മറ്റു നേതാക്കൾക്കും പദവി ആഗ്രഹിക്കാം. പക്ഷേ ചർച്ചകൾക്കൊക്കെ ശേഷം കഴിഞ്ഞ മെയ് 4-ന് തന്നെ കേരളത്തിന് മുന്നിലുണ്ടായിരുന്ന സ്വാഭാവികമായ തീരുമാനം ഇന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വവും കൈക്കൊണ്ടു. വി ഡി സതീശൻ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി. മുഖ്യ വിളി സതീശ നയിച്ചോളൂ. കേരള മക്കൾ പിന്നാലെ ഓമന നേതാവേ, കേരള മുഖ്യ നേതാവേ, സതീശ നേതാവേ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ, എഴുതിയ ജീവനെഴുതിയ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ, ഹൈക്കമാൻഡ് അഭിവാദ്യങ്ങൾ, ഹൈക്കമാൻഡ് അഭിവാദ്യങ്ങൾ, രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ, ശ്രീവാദ സ്മൃതിക്ക് അഭിവാദ്യങ്ങൾ, വേണുഗോപാലിന്റെ അഭിവാദ്യങ്ങൾ, ചെന്നിത്തലയ്ക്ക് അഭിവാദ്യങ്ങൾ, ഓമന നേതാവേ, ഓമന നേതാവേ, ധീരതയോട് നയിച്ചോളൂ. കേരള മുഖ്യ നേതാവേ, സതീശ നേതാവേ, ധീരതയോട് നയിച്ചോളൂ. കേരള മക്കൾ പിന്നാലെ, കേരള മക്കൾ പിന്നാലെ, നേതാവേ, ഒന്നിച്ചൊന്നായി പറയുന്നു, കേരള മക്കൾ പറയുന്നു, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ, എഴുതിയ ജീവനിലെഴുതിയ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, ഹൈക്കമാൻഡിന് അഭിവാദ്യങ്ങൾ, ഹൈക്കമാൻഡിന് അഭിവാദ്യങ്ങൾ, രാഹുൽ ഗാന്ധി നേതാവേ, രാഹുൽ ഗാന്ധി നേതാവേ, ഓമന നേതാവേ, അങ്ങേക്കായി കേരളത്തിന്റെ എല്ലായിടത്തും ഈ തീരുമാനത്തിന്റെ ആഹ്ലാദത്തിൽ പ്രകടനങ്ങൾ നടക്കുകയാണ്. ജനങ്ങൾ തെരുവിലിറങ്ങിയ ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു എന്ന് പറയേണ്ടി വരും. ഈ കഴിഞ്ഞ 5 വർഷം ഭരണപക്ഷത്തോട് നടത്തിയതിനേക്കാൾ വലിയ പോരാട്ടം വി ഡി സതീശന് പാർട്ടിക്കുള്ളിൽ നടത്തേണ്ടി വന്നു. കഴിഞ്ഞ 10 ദിവസം മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടാൻ അദ്ദേഹം ശാന്തനായി സംയമനത്തോടെ ആ പോരാട്ടത്തിലും പങ്കെടുത്തു. പുറത്തുള്ള ഒരു
സാധാരണ ഭരണപക്ഷത്തോട് കഴിഞ്ഞ 5 വർഷം കണ്ട അഗ്രഷൻ ഒന്നുമില്ലാതെയാണ് വി ഡി സതീശൻ പാർട്ടിക്കുള്ളിലെ പോരാട്ടത്തിൽ നിലകൊണ്ടത്. അദ്ദേഹത്തിന് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങി അങ്ങോളം ഇങ്ങോളം പ്രകടനങ്ങൾ നടന്നു. കേരളത്തിലുടനീളം കഴിഞ്ഞ മെയ് 4-ന് ചരിത്രപരമായ ജനവിധി വന്ന പാടെ കേരളം പ്രതീക്ഷിച്ച സ്വാഭാവികമായ തീരുമാനമാണ് ഇപ്പോൾ 10 ദിവസത്തിന് ശേഷം, എല്ലാ കൂടിയാലോചനകൾക്കും ശേഷം അങ്ങനെ പറയാവുന്നതാണ്. കാരണം ജനാധിപത്യമാണ്, ചർച്ചകൾ വേണം, മറ്റു നേതാക്കൾക്കും പദവി ആഗ്രഹിക്കാം. പക്ഷേ ചർച്ചകൾക്കൊക്കെ ശേഷം കഴിഞ്ഞ മെയ് 4-ന് തന്നെ കേരളത്തിന് മുന്നിൽ ഉണ്ടായിരുന്ന സ്വാഭാവികമായ തീരുമാനം ഇന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വവും കൈക്കൊണ്ടു. വി ഡി സതീശൻ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി. കേരള മക്കൾ പിന്നാലെ ഓമന നേതാവേ, കേരള മുഖ്യ നേതാവേ, സതീശ നേതാവേ, കേൾക്കായിരം അഭിവാദ്യങ്ങൾ, കേൾക്കായിരം അഭിവാദ്യങ്ങൾ, എഴുതിയ ജീവൻ എഴുതിയ ആയിരം അഭിവാദ്യങ്ങൾ. കേരള മുഖ്യ നേതാവേ, സതീശ നേതാവേ, ധീരതയോട് നയിച്ചോളൂ, കേരള മക്കൾ പിന്നാലെ, കേരള മക്കൾ പിന്നാലെ, സതീശ നേതാവേ, ഒന്നിച്ചൊന്നായി പറയുന്നു, കേരള മക്കൾ പറയുന്നു, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ, ഓരയിൽ എഴുതിയ ജീവനിൽ എഴുതിയ ആയിരം അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, ഹൈക്കമാൻഡിന് അഭിവാദ്യങ്ങൾ, ഹൈക്കമാൻഡിന് അഭിവാദ്യങ്ങൾ, രാഹുൽ ഗാന്ധി നേതാവേ, രാഹുൽ ഗാന്ധി നേതാവേ, ഓമന നേതാവേ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.